അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സക്കാത്തുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും ഉള്ളൊരു സംശയമാണ്, കുടുംബക്കാർക്ക്, സഹോദരങ്ങൾക്ക്, ജ്യേഷ്ഠാനുജന്മാർക്ക് ഇവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാമോ? നാം മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് കൊടുക്കുന്ന ആൾ നമ്മുടെ സംരക്ഷണത്തിലല്ലാത്ത, നമ്മുടെ ചിലവിൽ കഴിയുന്ന ആളല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ജ്യേഷ്ഠനാവട്ടെ, അനുജനാവട്ടെ, അടുത്ത ബന്ധുക്കളാകട്ടെ, അകന്ന ബന്ധുക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, അവർക്ക് സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. എന്നാൽ നമ്മുടെ ചിലവിൽ, നമ്മുടെ ആശ്രയത്തിൽ, നമ്മൾ ഗൃഹനാഥൻ എന്ന നിലയിൽ കഴിയുകയും അവർ നമ്മുടെ കീഴിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം നമ്മുടെ മേലായിരിക്കെ നമ്മൾ അവർക്ക് സക്കാത്ത് കൊടുക്കുന്ന രീതിയും പറ്റില്ല. ഉദാഹരണത്തിന്, ഭർത്താവ് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കുക, അതുപോലെ തന്നെ വാപ്പ മക്കൾക്ക് സക്കാത്ത് കൊടുക്കുക, മാതാപിതാക്കൾക്ക് മകൻ സക്കാത്ത് കൊടുക്കുക. ഈ മാതാപിതാക്കളെയും ഈ മക്കളെയും അതേപോലെ ഭാര്യയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഭർത്താവ് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ വാപ്പ, ഇവർ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക് ഒക്കെ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഉത്തരവാദിത്തം, ചിലവിന് കൊടുക്കേണ്ട ബാധ്യത ഇയാൾക്കുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ കീഴിലുള്ളവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ അയാളുടെ കീഴിലല്ലാത്ത, അയാളുടെ ആശ്രയത്തിലല്ലാത്ത, മാറി താമസിക്കുന്ന, സ്വന്തമായി അധ്വാനിച്ച് കുടുംബം നോക്കുന്ന, അയാളുടെ കീഴിലോ ആശ്രയത്തിലോ അല്ലാത്ത അടുത്ത ബന്ധുക്കൾ, ജ്യേഷ്ഠനാവാം, അനുജനാവാം, മൂത്താപ്പയായം, ഇളയ മാമയാകാം, ആരുമാകാം, അവർക്ക് സക്കാത്ത് കൊടുക്കുന്നതിന് വിരോധമില്ല. അത് റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും, അസ്വദഖത്തു അലൽ മിസ്കീനി സ്വദഖ, ഒരു മിസ്കീനായ ഒരാൾക്ക് സ്വദഖ കൊടുക്കുന്നത് കേവലം ഒരു സ്വദഖ മാത്രമാണ്. വാലാദിൽ ഖറാബ ഇസ്നത്താനി, കുടുംബക്കാർക്ക് കൊടുക്കുന്നതിൽ രണ്ട് കാര്യമുണ്ട്, സ്വദഖത്തും വസിലത്തുൻ, കുടുംബബന്ധം ചേർക്കലും സ്വദഖയുടെയും പ്രതിഫലം കിട്ടും. അപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക്, ജ്യേഷ്ഠാനുജന്മാർക്ക്, നമ്മുടെ ആശ്രയത്തിൽ കഴിയാത്ത, നമ്മുടെ ആശ്രയത്തിൽ ഇല്ലാത്ത ജ്യേഷ്ഠാനുജന്മാർക്ക് കടം കൊണ്ട് വലയുകയോ അല്ലെങ്കിൽ ദാരിദ്ര്യം, മിസ്കീനോ ഫക്കീറോ ആണെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.